അല്ല ഓക്കെ ആണ്. അല്ല കേൾക്കാമോ? അല്ല ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? മിനിസ്റ്റർ എല്ലാം ഓക്കെ പറഞ്ഞല്ലോ. ആ പിന്നെന്താ? എത്രയായി? വിളിക്കാം 350. 350? ഓ ഇതിലാണെങ്കിൽ ഓട്ടോ ഓടിയത്. ഓട്ടോ ഓടി. നല്ല ആള്. നല്ല ആള്. ഞാന് രാവിലെ ഓട്ടം പോയ ആളെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? രാവിലെ നിങ്ങളെ സെക്രട്ടറി ഞാനല്ലേ കൊണ്ടുവിട്ടത്. പതുക്കെ എനിക്ക് കേൾവി കുറവൊന്നുമില്ല. പതുക്കെ പറഞ്ഞാൽ മതി. പിന്നെ ഞാൻ അന്വേഷിച്ച് നടക്കരുത്. തോന്നിയ ദിവസം കാണിക്കരുത്. ഒരാളൊരു ഓട്ടം വിളിച്ച് ഒരിടത്ത് പോയിട്ട് ഒന്ന് അവിടെ നിൽക്കാൻ പറഞ്ഞാൽ അവിടെ നിൽക്കണം. അല്ലാതെ നിനക്ക് ഇഷ്ടമുള്ളിടത്ത് പോയിട്ട് അവിടെ എവിടെയും പോയിട്ട് ഇപ്പോൾ ഇവിടെ നിൽക്കണം എന്തിനാണ്? 3 മണിക്കൂറാ വെയിറ്റിംഗ്. നിന്റെ മീറ്ററിൽ വെയിറ്റിംഗ് ചാർജ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. ഉണ്ടല്ലോ. അതൊക്കെ നീ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ വണ്ടി വിളിക്കുമ്പോൾ എൻ്റെ സൗകര്യത്തിന് വേണ്ടിയാണ് ഞാൻ വണ്ടി വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഞാനേ മിനിസ്റ്ററെ കാണാനാണ് പോയത്. അതെ കേട്ടോ? അപ്പോൾ ഈ നിങ്ങളെ ഓട്ടം മാത്രം ഓടിയാതെ എനിക്ക് വേറെ ഓട്ടം ഓടണ്ടേ? അങ്ങനെയാണ് കാര്യം. അങ്ങനെയാണ് കാര്യം. എന്റെ പൈസ പൈസ ആദ്യം ഇത് സംസാരിച്ച ഒരു ധാരണ എത്തട്ടെ. എന്താണ് നിന്റെ ഉദ്ദേശം? എന്താണ്? മിണ്ടരുത്. എനിക്ക് 1000 രൂപ കിട്ടണം. 1000 രൂപ കിട്ടും. 5 മണിക്കൂർ ഞാൻ നിങ്ങൾ വെയിറ്റ് ചെയ്ത് അവിടെ. അനിയ, ഞാൻ മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു പരാതി കൊടുത്താണ്ടല്ലോ, നീയും നിന്റെ ഓട്ടോയും എല്ലാം കൂടെ അകത്ത് പോകും കേട്ടാ. ഒരാൾ ഓട്ടം വിളിച്ച് പോയിട്ട് അയാള് നിൽക്കാൻ പറഞ്ഞ സ്ഥലത്ത് നിൽക്കാത്തതിന് അതിന് കേസ് കൊടുക്കാം. നീ അങ്ങും പോയിട്ട് ഞാൻ പൈസ തരണമെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് സെക്രട്ടറിയേറ്റിനകത്ത് അപ്പുറത്തെ കയറ്റി പോയി അവിടെ പോയി ഇവിടെ ഞാൻ നിൽക്കാൻ പറഞ്ഞ കയറ്റി നീ നിൽക്കാത്തത് എന്ത്? അവിടെ 3 കയറ്റുണ്ട്. എല്ലാ കയറ്റിലും ഞാൻ വന്ന് നിന്നില്ലേ? അതാണ് കുഴപ്പം. ഞാൻ നിൽക്കാൻ പറഞ്ഞ കയറ്റിൽ അവിടെ നിൽക്കണം. അവിടെ തന്നെ നിന്നത്. ഞാൻ പല ആവശ്യത്തിൽ അതിനകത്ത് പോയിട്ട് ഇറങ്ങി തിരിച്ചു വരുമ്പോ നീ അവിടെ ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഞാൻ പോയി വേറെ വണ്ടി വിളിച്ചു. എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. നിങ്ങൾ പൈസ തരണം. എനിക്ക് പോണം. വേറെ ഓട്ടോ ഉണ്ട്. പിന്നെ ചോദിച്ചോടനെ പൈസ അങ്ങ് തരാം. അവിടെ എവിടെ യുവന്മാരുടെ സ്ഥിരം പരിപാടിയാണെന്ന് ഇത് അവിടെ എവിടെ നിന്നിട്ട് നമ്മൾ പറയണം നിൽക്കാതെ ഇതിനിടയ്ക്ക് വേറെ ഓട്ടം പോയവൻ. സംഭവം അതാണ്. കള്ളം പറയരുത്. എനിക്ക് മനസ്സിലായി നിങ്ങളുടെ സ്ഥിരം പരിപാടി ഇതാണ്. ഞങ്ങൾക്ക് കമ്മിറ്റിയൊക്കെ ഉണ്ട്. നമുക്ക് സംഘടനയുണ്ട്. അയ്യോ എനിക്കത് അറിയില്ലായിരുന്നു. നീ ഓട്ടോ സംഘടനയെ കുറിച്ചൊന്നും എന്റെ അടുത്ത് പറയട്ടെ. ഞാൻ ആരാണെന്ന് അറിയാമോ? എന്ത് എങ്ങനെ കൊടുക്കാൻ? അങ്ങനെയൊന്നും കൊടുക്കാക്കൂല. എന്താണ് നിങ്ങളുടെ പ്രശ്നം? ആട്ടോ ഓടിയ 350 രൂപ വേണം. എന്തൊരു കണക്കിനാണ്? ഞാൻ ചോദിക്കട്ടെ, ബേക്കറി ജംഗ്ഷനിൽ നിന്ന് ഇതുവരെ വരാൻ 350 രൂപ. രാവിലെ എത്ര മണിക്കാണ് വണ്ടി പിടിച്ചെന്നുള്ള അറിയാമോ? 2 മണിക്കൂർ വെയിറ്റ് ചെയ്ത്. നീ സംസാരിക്കരുത്. നിന്റെ പണമിടപാട് നമ്മൾ തമ്മിൽ സംസാരിച്ച് തീർത്ത് കഴിഞ്ഞു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വെയിറ്റിംഗ് എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, ഈ വെയിറ്റ് ചെയ്യുമ്പോൾ പെട്രോൾ ഒന്നും കത്തി പോകില്ലല്ലോ. പെട്രോൾ കത്തുന്നത് അറിയാൻ പറ്റത്തില്ലല്ലോ. എന്തോ പെട്രോളിനും ഡീസലിന്റെ വിലയൊക്കെ അറിയത്തില്ലേ? അതെ, പെട്രോളിനും ഡീസലിനും ഭയങ്കര വിലയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം, വണ്ടി ഒതുക്കി വീട്ടിൽ ഇടണം കേട്ടോ. അല്ലാതെ വെയിറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടുള്ള ആ ന്യായം പറയരുത്. വണ്ടി ഒതുക്കി ഇടുന്ന കാര്യം ഞങ്ങൾ തീരുമാനിച്ചോളാം. ഞങ്ങൾ വണ്ടി എടുത്തോണ്ട് ഇറങ്ങിയ ഓടയും ഞങ്ങളെ വീട്ടുകാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെ പോലുള്ള ഒരു വണ്ടി പിടിച്ചോണ്ട് ഇട്ടിട്ട് 2 മണിക്കൂർ 3 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ തോന്നുന്ന കാശ് എന്നൊന്നും പറഞ്ഞാൽ അത് പോകില്ല. കാണിക്കരുത് കേട്ടാ. അങ്ങനെ വരട്ടെ, നിങ്ങൾ എന്തോ ഓട്ടോ സ്റ്റാൻഡ് അളിയാ. മനസ്സിലായി. ഇവൻ രാവിലെ എന്നെ പറ്റിച്ച ഓട്ടോക്കാരൻ. ഇതിപ്പോ എന്നെ പറ്റിക്കാൻ നോക്കുന്ന ഒരു ഓട്ടോക്കാരൻ. എൻ്റെ വണ്ടി പിടിച്ച് കുറേ സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോയി. പോയിട്ട് ഇവിടെ വന്നപ്പോൾ 350 രൂപ ആയി. ഇവിടെ വന്നപ്പോഴാണ് പൈസ തരുന്നില്ല. ഇവിടെ നോക്കിയപ്പോൾ ഒരാളിനെ കാശ് കൊടുക്കാണ്ടെന്ന് അയാളെയും പറ്റിച്ച് നിർത്തിയിരിക്കുകയാണ്. അതിപ്പോൾ തരുന്നില്ല. അളിയ പറഞ്ഞു തരാം. ഇവരൊക്കെ 2 മണിക്കൂർ 2.5 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ട കഥയാണ് പറയുന്നത്. ഞാൻ ഇന്ന് സെക്രട്ടേറിയറ്റിൽ 5 മണിക്കൂറാണ് വെയിറ്റ് ചെയ്ത് മന്ത്രിയെ കണ്ടത്. അത് ആർക്കാ? ഇവരെയൊക്കെ പോലുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ട്. വീട്ടിന് ആളെ കൂട്ടാതെ പൈസ കൊടുത്ത് വിടാൻ നോക്കാം. ഞാൻ പൈസ കൊടുത്തല്ലോ. ഞാൻ 100 വെച്ച് 200 കൂടെ എടുത്തു. 1000 രൂപ. എന്തിന് 1000 രൂപ വെയിറ്റ് ചെയ്ത കാശ്? നീ പ്ലെയിനും കൊണ്ടല്ലോ വന്നത് വെയിറ്റ് ചെയ്യാൻ. 1000 രൂപ കളിക്കരുത് കേട്ടാ. പൈസ പോരാത്തൊരു ഭീഷണിപ്പെടുത്തണ പാർട്ടി യൂണിയൻ എന്നൊക്കെ പറഞ്ഞു. ഞാൻ കൊറേ കണ്ടവനാ. പിന്നെ പാർട്ടി ഇല്ലേ? പൈസ കൊടുക്കാൻ നോക്കും. അതെ, സംഭവം വേറൊന്നുമില്ല. എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നത് കുറേ അവിടെ ഇവിടെ കേട്ട് ചിലവായി തീർന്നു പോയി. ഇപ്പോൾ കയ്യിൽ കൊടുക്കാനുള്ളത് ഞാൻ അവർക്ക് കൊടുത്തു. അളിയൊരു കാര്യം ചെയ്യണം. ഞാൻ നാളെ രാവിലെ ഇവർക്ക് ഓട്ടോ സ്റ്റാൻഡിൽ കൊണ്ട് കൊടുക്കാമെന്ന് അളിയനൊന്ന് പറഞ്ഞവരെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. കാരണം ഇവരൊക്കെ താന്നു പോയി എൻ്റെ പാർട്ടിയിലെ ഇമേജ് പോലെ. അതുകൊണ്ടാണ് പ്ലീസ്. അത് അല്ലേ? നിങ്ങളിപ്പോ ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ പോണം. നാളെ രാവിലെ പൈസ കൊണ്ടുവരും. എങ്ങനെ പൈസ തരുമെന്ന് വിശ്വസിക്കും? നിങ്ങളുടെ സ്റ്റാൻഡ് പൈസ കൊണ്ടുതരും രാവിലെ. സ്റ്റാൻഡിൽ ഞങ്ങൾ ഉണ്ടായിരിക്കില്ല. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? രാവിലെ രാവിലെ ഇങ്ങോട്ട് വരും. നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ അവിടെ നിന്ന് സ്റ്റാൻഡിൽ ഇവിടെ വരുന്ന പൈസ തരൂ.
തരുമോ? നിങ്ങൾ സ്ഥിരം പരിപാടിയാണിത്? വണ്ടി എങ്ങനെ പുള്ളിയല്ല, പുള്ളി ഈ പുള്ളിയാ. അത് നിങ്ങൾ ഒരു കാര്യം ചെയ്യളേ, അവർ കേസിന് പോട്ട് നമുക്ക് ആ രീതിക്ക് നീങ്ങാം. പിന്നെ അല്ലാതെ എന്താണ് അമ്പലം വലിയ അടുക്കാതെ പിന്നെ എന്ത് ചെയ്യും? ഡ്രൈവർ എങ്ങനെ പൈസ കിട്ടിയോ? നിങ്ങൾ കൂടെ സംസാരിക്കുന്നു വേണ്ട. ജോതി ആ പൈസ എടുത്തോ. ഏത് പൈസ? ഞാൻ രാവിലെ നിന്റെ കുറച്ച് പൈസ തന്നില്ലേ? അതെനിക്ക് പാത്രം മാറാനുള്ള പൈസയാ. പാത്രം മാറണ കുടുംബം നാറും. നീ പൈസ എടുത്തോ. എടുത്തോ. അളിയാ ഇതിപ്പം വേണ്ട, നമ്മൾ ഇങ്ങനെ വിട്ടുകൊടുക്കുന്നതാണ് പ്രശ്നം. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം ഇതൊക്കെയാണ്. ജമന്തേ അല്ലേ ഇത് ചുമ്മാരിക്കും. വരുവാ. എത്ര 1000. ഇത് പിടിയാനേ 600. 600 മതി. കണ്ടല്ലോ കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. നീ എത്ര വരും? 150 രൂപ. 50 രൂപ വയ്ക്കും. മതി കേട്ടോ, തൽക്കാലത്തേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളത് കേട്ടാ. ഓട്ടം വേണ്ട, ആ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യും. ശരി 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 ശരി. അളിയ 3 ഓട്ടോക്കാരും കൂടി 750 രൂപ എൻ്റെ കയ്യിൽ നിന്ന് കൊടുത്തു. പിന്നെ ഇന്നത്തെ എൻ്റെ ലീവ് രണ്ടും പോയി കിട്ടി. വലിയ സന്തോഷം.